ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഈ ഒരു സൈറ്റ് വരുന്നത്. ഇവിടെ കിച്ചണും പിന്നെ അതേപോലെ ഒരു ഹോൾ പാർട്ടീഷനും TV യൂണിറ്റാണ് ചെയ്തു കൊടുത്തത്. ഈ ഒരു കിച്ചണാണ് ഇവിടെ ചെയ്തു കൊടുത്തത്. ഇത് ഫുള്ള് ബോക്സ്ഡ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തത്. അലുമിനിയം ഫ്രെയിമിൽ ഫുൾ ബോക്സ് അടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ 17 mm ഫോം ഷീറ്റ് ഇട്ടതിന് ശേഷമാണ് ഗ്രാനൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അധികം ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഇല്ല, ഫിനിഷിംഗ് വീഡിയോ ആണിത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൽക്കോയുടെ അലൂ സോഫ്റ്റ് ടച്ച് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന അലുമിനിയവും അതിൽ ഉപയോഗിക്കുന്ന PVC ലാമിനേറ്റഡ് ഷീറ്റ് ഒരേ കളർ ആയതുകൊണ്ട് ഇതിനൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. ആൽക്കോയുടെ ഒലീവ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ 3 ഡ്രോയർ ബാസ്ക്കറ്റ് ആണ് ചെയ്തു കൊടുത്തത്. ഒന്നൊരു ഓയിൽ പുൾ ഔട്ട്, പിന്നെ അതേപോലെ ഒരു കട്ട്ലറിയും ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ് ആണ് ചെയ്തത്. സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്താണ് കൊടുത്തത്. 2 ലെയറിൽ വരുന്ന ഓയിൽ പുൾ ഔട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു കട്ട്ലറി ബാസ്ക്കറ്റും പിന്നെ അതേപോലെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. അതുകൂടാതെ തന്നെ ഈ ഒരു കിച്ചണിൽ ഒരു GTPT ഹൈഡ്രോളിക് ഡിഷ് റാക്കും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോറ് 3 mm കൂളിംഗ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചത്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ടോൾ യൂണിറ്റും ഒരു ക്രോക്കറി ഷെൽഫും കൂടി സെറ്റ് ചെയ്തു. ക്രോക്കറി ഷെൽഫ് കൂളിംഗ് ഗ്ലാസ് ഉപയോഗിച്ച് 2 ഡോറിലായിട്ട് ചെയ്തു. വളരെ സിമ്പിളായിട്ടാണ് ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തത്. അതിനുള്ളിലെ തട്ടുകളൊക്കെ സെയിം ഷീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് തട്ടുകളൊക്കെ കൊടുത്തത്. നിങ്ങൾ കിച്ചൺ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ബോക്സ് ടൈപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് പൈസ നിങ്ങൾക്ക് കിട്ടും. സ്ലേവ് ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ബോക്സ് ടൈപ്പ് ആയിട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് പൈസ ലഭിക്കുന്നു. ഇവിടുത്തെ ഇലക്ട്രിക്കൽ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ ബോക്സിൻ്റെ ഒക്കെ താഴത്തെ ഭാഗത്തായിട്ട് 2 watt വാം ലൈറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വയറിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ അധികം തട്ടുകളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, മിനിമം തട്ടുകളാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഒരു കിച്ചൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ലോവർ പാനലും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടുത്തെ വർക്ക് ഏരിയ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നോക്കാം. വർക്ക് ഏരിയയും ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തത്. ഫുൾ ബോക്സ് ടൈപ്പ് ആയിട്ടാണ് വർക്ക് ഏരിയയും ചെയ്തത്. അതിൻ്റെ മേലെ ലോഫ്റ്റും കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ ഇടാനായിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തത്. ഈ ഒരു വർക്ക് ഏരിയയിലും കിച്ചണിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഹിഞ്ചസ് ഫിക്സ്മോറിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ്, SS-ൻ്റെ. വർക്ക് ഏരിയയിൽ നമ്മൾ ഒരു തട്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട്. ഇതാണ് ഫോം ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫുൾ ബോക്സ് അടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് വിരിക്കുന്നതിന് മുമ്പ് ഇടുന്ന ആ ഒരു ഫോം ഷീറ്റ്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. വർക്ക് ഏരിയയിൽ നമ്മൾ എല്ലാ ഡോറിലായിട്ടും തട്ട് കൊടുത്തിട്ടുണ്ട്.
അതുകൂടാതെ തന്നെ തട്ടുകളൊക്കെ കൂടാതെ തന്നെ ഇവിടെ ഒരു ഡിഷ് വാഷൊക്കെ വെക്കാനായിട്ട്, ഡിറ്റർജൻ്റൊക്കെ വെക്കാനായിട്ടൊരു ഡ്രോയറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അത് സെറ്റ് ചെയ്തത്. ഇവിടെയും വർക്ക് ഏരിയയിലും നമ്മൾ ഒരു GTPT ഡിഷ് റാക്കും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ബേസ് ആൻഡ് ടേബിൾ ടോപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ഗ്രീൻ ഷെയ്ഡ് ലൈനാണ് സെറ്റ് ചെയ്തത്. ആൽക്കോയുടെ ഫ്രെയിമാണ് യൂസ് ചെയ്തത്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു TV യൂണിറ്റും ഹോൾ പാർട്ടിഷനും ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ വരുന്ന രീതിയിലാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തത്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു TV യൂണിറ്റും ഹോൾ പാർട്ടിഷനും സെറ്റ് ചെയ്തത്. ഹോൾ പാർട്ടിഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ലൈറ്റാണ് ഹോൾ പാർട്ടിഷൻ സെറ്റ് ചെയ്തത്. TV യൂണിറ്റിൻ്റെ അടിയിലായിട്ടൊരു ബോക്സ് സെറ്റ് ചെയ്തത് അത് ഫുൾ വൈറ്റ് ലൈറ്റാണ്. അതിൻ്റെ നടുവിലായിട്ടൊരു കൂളിംഗ് ഗ്ലാസും കൂടി സെറ്റ് ചെയ്തു. സൈഡിലായിട്ടൊരു ഓപ്പൺ തട്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തട്ടുകളൊക്കെ കൂളിംഗ് ഗ്ലാസ് ആണ്, 8mm കൂളിംഗ് ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത്. ഈ ഒരു ഹോൾ പാർട്ടിഷൻ്റെ ഈ ഒരു ബോക്സ് ടൈപ്പിൻ്റെ ബാക്ക് സൈഡിലും സ്റ്റോറേജ് ബേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡോറിൽ കൂളിംഗ് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.